ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇത് നമ്മുടെ ചാനലിൽ കൂടെ നമ്മുടെ എല്ലാം പ്രിയ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിപ്പോൾ കുറച്ച് കണ്ണിമാങ്ങ പ്രായം അങ്ങ് മാറിയിട്ടുള്ള മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ചൊക്കെ ഒത്തിരി വലിപ്പമുള്ള നമ്മൾ 2-3 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഉപ്പിലിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. കല്ലുപ്പും മാങ്ങായും ലെയർ ചെയ്താണ് നമ്മളിടുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഭരണി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങി ജലാംശം എല്ലാം നന്നായിട്ട് പോയതായിരിക്കണം. കണ്ണിമാങ്ങയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് വെള്ളമെല്ലാം വാർന്നു പോയി തുടച്ചെടുത്തതാണ്. അതിൻ്റെ ഞെടുപ്പ് നമ്മൾ നിലനിർത്തിക്കൊണ്ടാണ് ഇതിലോട്ട് ഇട്ട് വെക്കുന്നത്. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് വെള്ളം ഊറി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നതാണ്. പിന്നെ ലെയറായിട്ട് കുപ്പി നിറച്ച ശേഷം നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം. ഭരണികളിൽ നമുക്ക് ഇത് ഇട്ട് വെക്കാവുന്നതാണ്. ബൾക്കായിട്ട് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഏകദേശം 1 കിലോ അടുത്താണ് നമുക്ക് ഉള്ളൂ. ചെറിയ രീതിയിലാണ് ചെയ്യുന്നത്. ഭരണി കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ തുണി ഇട്ട് വട്ടം കെട്ടി ശരിക്കും ടൈറ്റായിട്ട് അടച്ചു വെക്കണം. അല്ലെങ്കിൽ പ്രാണികളൊക്കെ കയറാനും കണ്ണിമാങ്ങ അതെല്ലാം പൂത്തു പോകാനും സാധ്യതയുണ്ട്. എന്ന രീതിയിൽ ചെയ്ത് വെച്ച ശേഷം നമ്മൾ 1 മാസം കഴിഞ്ഞാണ് ഇത് എടുത്തിരിക്കുന്നത്. നമ്മളിതിലോട്ട് ചേർത്ത കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതായത് മുളക് ഞാൻ വീട്ടിൽ തന്നെ ഒന്ന് വറുത്ത ശേഷം പൊടിച്ചെടുത്തായിരുന്നു. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന കടുക് പരിപ്പാണ്. അകത്തെ പരിപ്പായിട്ട് തന്നെ നമുക്ക് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതും എല്ലാം കൂടെ എണ്ണയില്ലാതെ ഒന്ന് വറുത്ത ശേഷം പൊടിച്ചെടുത്താണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ആ വീഡിയോ സ്കിപ്പായിപ്പോയി. കടുക് പരിപ്പ് നമുക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് ഒരു നല്ലൊരു കൊഴുപ്പും പൊലിമയൊക്കെ കിട്ടും. എണ്ണ ഒട്ടും തന്നെ ഇതിലോട്ട് ചേർക്കുന്നില്ല. ഇനി നമ്മൾ കുറേശ്ശെയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ആ കണ്ണിമാങ്ങയിൽ ഉപ്പും എല്ലാം ചേർന്ന വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കൂടുതലാണെങ്കിൽ നോക്കിയ ശേഷം കുറച്ച് അളവിൽ ചേർക്കുക. ഇനി കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിന് ചെയ്തെടുത്താൽ മതിയാവും. മൊത്തത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ വലിയ പാത്രത്തിലൊക്കെ ഇടുക. അതിന് ശേഷം അതിന് മുകളിൽ നല്ലെണ്ണയിൽ ചൂടാക്കിയ നല്ലെണ്ണയിൽ മുക്കിയ വൃത്തിയുള്ള തുണി ആ ഭരണിയുടെ അകത്തിട്ട് അടച്ചു വെക്കുക. അപ്പോൾ അത് കേടാകാതെ പൂത്തു പോകാതെയൊക്കെ ഇരിക്കും. എല്ലാവരും തയ്യാർ ചെയ്ത് നോക്കുക. നമുക്ക് മഴക്കാലത്ത് കഞ്ഞിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത്രയും രുചിയുള്ളൊരു അച്ചാർ തയ്യാർ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.